ഹലോ ഗൈസ് ഗൈസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഗിവ് അവേ അലേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ? അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഫുള്ളായിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക, അത് കഴിഞ്ഞിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗീവ് അവേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എമൗണ്ട് ആണ് നമ്മൾ ഗീവ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അതിന് കുഞ്ഞു കുഞ്ഞു കണ്ടീഷൻസ് ഉണ്ട്. അതാണ് നമ്മുടെ റൂൾസ് ആയിട്ട് നമ്മൾ വെക്കാൻ പോകുന്നത്. അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല, 2 മിനിറ്റ് കൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം കുഞ്ഞു ഗീവ് അവേ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ രീതിയിലുള്ള പ്രൈസ് പൂള് കാര്യങ്ങളൊക്കെ ഉള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ പ്രൈസ് പൂൾ അങ്ങ് പൊട്ടിക്കാം. ഓക്കെ, 5000 രൂപയാണ് നമ്മൾ ഗീവ് അവേ എമൗണ്ട് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം ഗീവ് അവേ അനൗൺസ് ചെയ്യണം, അല്ലെങ്കിൽ ഗീവ് അവേ വിന്നർ അനൗൺസ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് 1K ആകും, എന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് 15K ആകുന്നു, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ എന്ന് 1K ആകുന്നു അന്ന് നമ്മൾ ഈ ഗീവ് അവേ കൊടുക്കുന്നതാണ്. സോ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നതാണ്. അതിൽ ഈ എമൗണ്ട് എന്ന് പറയുന്നത് ചിലവർക്ക് ഭയങ്കര പുച്ഛമൊക്കെ ആയിരിക്കും, ചിലവർക്ക് അതൊരു വാല്യുബിൾ ആയിട്ടുള്ള എമൗണ്ട് തന്നെയായിരിക്കും. സോ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട്, അങ്ങനെയുള്ളവർക്ക് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒക്കെ കിട്ടട്ടെ. അപ്പം അത് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ആർക്ക് കിട്ടുന്നതെന്ന്. സോ അങ്ങനെയാണ് നമ്മുടെ ഗീവ് അവേയുടെ പ്രൊസീജിയേഴ്സ് പോകുന്നത്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം നമുക്ക് എത്രയും പെട്ടെന്ന് ഗീവ് അവേ അനൗൺസ് ചെയ്ത് അതിൻ്റെ വിന്നറെ അനൗൺസ് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ റൂൾസ് ഇത്രേ ഉള്ളൂ. നമ്മുടെ അക്കൗണ്ട് 2 ഫോളോ ചെയ്യുക, യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒന്ന് സബ്സ്ക്രൈബും ഫോളോയും ചെയ്ത് വെച്ചേക്കുക. ഒരു കമൻറ്റും കൂടി ഇട്ടാൽ, നമ്മൾ കമൻറ്റ് കയറിയാണ് എടുക്കുന്നത്, അപ്പോൾ ഒരു കമൻറ്റും കൂടി ഇട്ടേക്കുക. അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്നുണ്ടെങ്കിൽ ഓക്കെ, ബൈ.